പാർട്ടിക്ക് പോവില്ല, ആവശ്യമില്ലാതെ കാശ് ചിലവാക്കില്ല, ഫ്ലർട്ട് ചെയ്യാൻ അറിയില്ല, അഫെയറുകളുമില്ല, നേരെ വാ നേരെ പോ, എന്തോന്ന് ലൈഫാണ് ഇത്. 2K കിഡ്സ് പല 80s 90s കിഡ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സൺ, നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അതിന് പുറകിൽ. നീ ക്ലാസ്സിന് വെളിയിൽ മുട്ടയെ നിന്നിട്ടുണ്ടോ? ബെഞ്ചിന് പുറത്ത് കയറി നിന്നിട്ടുണ്ടോ? പോട്ടെ, സ്റ്റാഫ് റൂമിൽ നിന്ന് ചൂറിലെടുത്തുകൊണ്ട് വന്ന അതേ ചൂറിൽ നിന്ന് തല്ലും മേടിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഒരു ലൈനല്ല അന്ന്. ആദ്യം അടി, പിന്നെ ചോദ്യം. വീട്ടിലും സ്കൂളിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അമ്മാതിരി സൈക്കോകളായിരുന്നിടെ അന്ന് ചിന്തിക്കാൻ കൂടി കഴിയാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു ഡിവോഴ്സും മെൻ്റൽ ഹെൽത്തും. നല്ല ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വന്നാൽ കുഴമ്പ് തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് കിടന്നുറങ്ങും. ഡിവോഴ്സിന് പകരം മുറിക്കകത്ത് കയറി കഥ കടത്തിയിരുന്ന് 1 മണിക്കൂർ കരഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഇറങ്ങിപ്പോകും. അതെല്ലാം പോരാഞ്ഞിട്ട് സ്വർഗത്തിലെ വിറവ് കൊള്ളിയും തിളച്ച എണ്ണയും പാമ്പിനെ വിട്ട് കടിപ്പിക്കൽ ഭീഷണിയും. ഇതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാടേ മനസമാധാനത്തോടെ ഒരു പാർട്ടിക്ക് പോകാൻ പറ്റുന്നത്? ഹരിശ്ചന്ദ്രനും സ്വാമി വിവേകാനന്ദനും അംബേദ്കറും സുഭാഷ് ചന്ദ്രബോസും അബ്ദുൽ കലാമും ഒക്കെ ആക്കാൻ വളർത്തിയെടുത്ത ആൾക്ക് എങ്ങനെയാടേ ഫ്ലർട്ട് ചെയ്യാൻ പറ്റുന്നത്, ബെസ്റ്റി ആയിട്ടിരിക്കാൻ പറ്റുന്നത്? ഇതൊക്കെ നാച്ചുറലായിട്ട് വരേണ്ട കാര്യങ്ങളല്ലേ. പക്ഷേ അന്നത്തെ പിള്ളേർക്കുള്ള മറ്റൊരു കഴിവുണ്ട്. ഏത് സാഹചര്യത്തിൽ ചെന്ന് പെട്ടാലും ഒരു ദ്രാവകം പോലെ അതിനനുസരിച്ച് ഷേപ്പ് മാറുന്നതിനുള്ളൊരു കഴിവ്. കണ്ടമാനം അങ്ങ് നിർബന്ധിക്കരുത്, അവർ കയറി അങ്ങ് അപ്ഡേറ്റഡ് ആവും.